വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. ഏലത്തോട്ടത്തിലെ കുളത്തിൽ നിന്നും ഫയർഫോഴ്സാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണസംഖ്യ 8 ഉയർന്നു. എം കമൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. കമൽ, ടി സിദ്ദിഖ് പറഞ്ഞിരുന്നു ഇന്ന് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, തെരച്ചിലുണ്ടാകും എന്നുള്ളത്. അത് പൂർത്തിയായോ? അതായത് ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു സംശയമുണ്ടോ? ആര്യ, അങ്ങനെ ഒരു സംശയം എന്തായാലും നിലവിലില്ല. കാരണം കൃത്യമായി 8 പേരെയാണ് മിസ്സിംഗ് ഉണ്ടായിരുന്നത്. അതിൽ 8ാമത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് വലിയ രീതിയിലുള്ള തെരച്ചിൽ പ്ലാൻ ചെയ്തത് തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഈ കെടാവർ നായായ റാംബോ ഒരു സിഗ്നൽ നൽകിയത്, ഒരു പ്രത്യേക സ്ഥലത്ത് കുരച്ചത്. ആ ഭാഗത്ത് ഇന്നലെ തന്നെ ആ ഭാഗത്ത് തെരച്ചിൽ നടത്തിയതാണ്. പക്ഷേ ഇന്ന് റാംബോ വീണ്ടും അങ്ങോട്ട് നീങ്ങിയതോടെ ഫയർഫോഴ്സ് അടക്കം അങ്ങോട്ട് ആ സ്ഥലം കേന്ദ്രീകരിച്ചു. മീനാക്ഷി പാലത്തിൽ നിന്നൊരു 250 മീറ്റർ മാറി ഒരു ഏലത്തോട്ടം ഉണ്ടായിരുന്നു. അതിനോട് ആ ഏലത്തോട്ടത്തിനകത്തൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ ഈ കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് താങ്ങി നിർത്താൻ ഉപയോഗിക്കുന്ന പൈപ്പുകൾ ഈ ഒലിച്ചു പോയി അവിടെ കൂടിക്കിടക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് രാവിലെ ഈ വിക്രം റാണയോട് ഉണ്ടാവുകയും പിന്നീട് രക്ഷപ്പെടുകയും ചെയ്ത കുഞ്ചു, അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു ഈ പൈപ്പുകൾ അതിനൊപ്പം ഒഴുകിപ്പോയിരുന്നു എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ കുഞ്ചുവിനെ ഈ വിക്രം റാണയെ കാണാതാകുമ്പോൾ പൈപ്പുകൾക്കൊപ്പം അദ്ദേഹം ഒഴുകിപ്പോയോ എന്നൊരു സംശയം പറഞ്ഞു. അങ്ങനെയാണ് ആ ഭാഗത്ത് ആ പരാമർശം കൂടി അതിന് കാരണമായി. അങ്ങനെ അവിടെ തിരച്ചിൽ നടത്തി. അവിടെ നിന്നാണ് ആഴത്തിൽ ഈ ചെളിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. എന്താണെങ്കിലും സങ്കടകരമായ കാര്യമാണ്, ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടു എന്നുള്ളത്. അതോടൊപ്പം ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചൊരു ആശ്വാസം കൂടി, അദ്ദേഹത്തിൻ്റെ കൂടി ഭൗതിക ശരീരം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത്. എന്തായാലും വിക്രം റാണയുടെ ബന്ധുക്കൾ കേരള സർക്കാരിനും ഇവിടുത്തെ വിവിധ വകുപ്പുകൾക്കും സംവിധാനങ്ങൾക്കും ജനങ്ങൾക്കുമൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞാണ് മടങ്ങിയത്. കാരണം 3 ദിവസമായി മന്ത്രി ടി സിദ്ദിഖും ഉദ്യോഗസ്ഥരും പ്രിയങ്ക ഗാന്ധി MP ടെലിഫോണിലും ഒക്കെ അവരുമായി ആശയവിനിമയം നടത്തുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എംബാം ചെയ്ത് നാട്ടിലേക്ക് അയക്കാനുള്ള കാര്യങ്ങൾ കമ്പനിയാണ് ചെയ്യുന്നത്. മറ്റു കാര്യങ്ങൾ സർക്കാരും ചെയ്യും. ഇനി വേണ്ടത് ഇവിടുത്തെ മറ്റു കാര്യങ്ങളാണ്. വിദഗ്ധ സമിതി വരണം, ഇത് പരിശോധിക്കണം, ഇതിന്റെ ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് സർക്കാരും സംവിധാനങ്ങളും കടക്കുകയാണ്. ശരി.